മക്കളെ അടുത്തത് നമ്മുടെ പേജ് 78 കേട്ടോ. പേജ് 78 ജോമെട്രിക്കൽ പ്രോബിലിറ്റി, പടം വെച്ചിട്ടുള്ള പ്രോബിലിറ്റി ആണ്. അത് സിമ്പിൾ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് എടുക്കണം കേട്ടോ, അതുപോലത്തെ പടങ്ങളൊക്കെ നോക്കണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിവിടെ വരയ്ക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുണ്ടോ അറിയത്തില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ടെക്സ്റ്റ് എടുത്ത് നോക്കുക. ഓക്കെ, സോ ഞാൻ എന്തായാലും ചെയ്യുക. ആദ്യത്തെന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ, ഒരു സ്ക്വയർ, ഒരു സ്ക്വയർ, അതിനകത്തോട്ട് വേറെ സ്ക്വയർ ഇറക്കി വെച്ചു. കറക്റ്റായിട്ട് വേണേ, ഞാനൊക്കെ വരയ്ക്കുമ്പോൾ അത്രയും ഇതാവത്തില്ല, നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക. ഇതിൽ നമുക്ക് വേണ്ടത് ഈ അകത്തുള്ള റീജിയൻ്റെ ആണ് കേട്ടോ, ഇതിൻ്റെ പ്രോബിലിറ്റി, ഷെയ്ഡഡ് റീജിയൻ്റെ പ്രോബിലിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു, മനസ്സിലായി, 2 ക്രോസ് വര വരച്ചു. എത്ര വര വരച്ചു? ക്രോസ് വര. ഇത് എല്ലാം ഈക്വൽ ഏരിയ ആയിരിക്കും. അപ്പോൾ നോക്കി എത്ര പാർട്സ് ഉണ്ടെന്ന് നോക്കുക. നോക്കി ആദ്യം ഞാൻ ഇതെടുത്ത് 1 2 3 4 4 ഷെയ്ഡഡ് ഉണ്ട്, 5 6 7 8 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി വരാൻ എളുപ്പം. ഞാൻ ചെയ്ത പരിപാടി എന്നാ, ഇങ്ങനെ ഒരു വര എടുത്തു, ഇങ്ങനെ ഒരു വര എടുത്തു കേട്ടോ, നടുക്കൂടെ 2 വര വരച്ചു. ഇതിൽ ഷെയ്ഡഡിൻ്റെ പ്രോബിലിറ്റി പറഞ്ഞേ, ഷെയ്ഡഡ് എത്ര എണ്ണം? 4 എണ്ണം. ഇതല്ലേ ഷെയ്ഡഡ്, ഇതല്ലേ ഷെയ്ഡഡ്, ഷെയ്ഡഡ് 4 എണ്ണം, 1 2 3 4, ഷെയ്ഡഡ് 4, ടോട്ടൽ എത്ര എണ്ണം? 8 എണ്ണം. സോ ആൻസർ തീർന്നു, 4/8. എടാ 4ൻ്റെ ഇരട്ടിയല്ല 8, നിങ്ങൾ 2 എന്ന് എഴുതി വെച്ചേക്കല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യും. 4 4 സിംപ്ലിഫൈ ചെയ്താൽ 1, 8 4 സിംപ്ലിഫൈ ചെയ്താൽ 2, 1/2. അതിൻ്റെ പൊന്നു മക്കളെ 2 എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. പ്രോബബിലിറ്റി ഒരിക്കലും ഒന്നിൽ കൂടി പോകത്തില്ല കേട്ടോ, എപ്പോഴും ഒന്നിൽ താഴെ ആയിരിക്കും കേട്ടോ. 4/8 എന്ന് പറഞ്ഞാൽ 1/2 കേട്ടോ, 1/2. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കി, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു എന്താ ഹെക്സഗൺ വരച്ചു, ഹെക്സഗൺ വരച്ചു. ഇനി അതിലേക്ക് ഒരു ട്രയാങ്കിൾ വെച്ചു, ഇതിലേക്ക് ഞാൻ മനസ്സിലായാലും. എന്നിട്ട് ഈ പച്ച അകത്തുള്ളതിൻ്റെ ഇതാണ് വേണ്ടത് കേട്ടോ, അകത്തുള്ളതിൻ്റെ പ്രോബിലിറ്റി ആണ് വേണ്ടത് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നടുക്ക് ഒരു പോയിന്റ് വരയ്ക്കാം, ഇത് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഡോട്ടഡ് ലൈൻ വരച്ചാലും മതി കേട്ടോ, ഇത് വരച്ചാൽ ഡോട്ടഡ് ലൈൻ കുഴപ്പമില്ലല്ലോ. നോക്കി എണ്ണം എടുത്തേ, 1 2 3 അല്ലേ, ഷെയ്ഡ് 3 എണ്ണം, 4 5 6 കേട്ടോ, ടോട്ടൽ 6 എണ്ണം. അതിൽ ഷെയ്ഡഡ് 1 2 3 എണ്ണം, 3 വരെ കേട്ടോ. ഇതേപോലെ തന്നെ 4ൻ്റെ ഇരട്ടി 8, 3ൻ്റെ ഇരട്ടി 6, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1. ഇതിന് ആൻസർ എത്രയാണ്? 1. ഇനി അടുത്തത് അത് നിങ്ങൾ നടുക്കൊരു പോയിന്റ് വരയ്ക്കുക, എന്നിട്ട് 3 എണ്ണം ഇങ്ങനെ വരച്ചാൽ 6 കിട്ടും ഈക്വൽ. അടുത്ത ഒരു എന്താ നക്ഷത്രം, നക്ഷത്രമാണ്. അതിൽ ഇതിൻ്റെ ഏരിയയാണ് വേണ്ടത്, മനസ്സിലായാലും. ഈ ഒരു റീജൻ അകത്ത് ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങനെ ക്രോസ് ചെയ്തു, എല്ലാം ക്രോസ് വെച്ചു, മനസ്സിലായാലും, ക്രോസ് വരച്ചു. അതിൽ ഇതാണ് നമുക്ക് വേണ്ട റീജൻ. ഞാൻ എന്ത് ചെയ്തു, നമ്പർ ഇട്ടു, 1 2 3 4 5 6 കേട്ടോ. 6 എണ്ണം ഷെയ്ഡ്, ബാക്കി എത്ര എണ്ണം ഉണ്ട്? 7 8 9 10 11 12, മനസ്സിലായാലോ. 6 എണ്ണം ഷെയ്ഡ്. സോ 6 ഷെയ്ഡ് ഡിവൈഡ് ബൈ ടോട്ടൽ 12 കേട്ടോ. 6/12 ഇരട്ടിയാണ്. സോ സിംപ്ലിഫൈ മെത്തേഡ് 1/8. ഓക്കെ.